ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റർ ഹഡിൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ദ ഗേൾ ഓൺ ദ ട്രെയിൻ, ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് ഫസ്റ്റ് തന്നെ റസ്കിൻ ബോണ്ടിനെ പറ്റി കൂടുതൽ നോക്കാം, അല്ലേ? Ruskin Bond is an Indian author of British descent. Most of his works are influenced by the life in the hill stations at foothills of the Himalayas, where he spent his childhood. The Indian Council for Child Education has recognized his role in the growth of children's literature in India. Being a writer for over 50 years, Bond experimented with different genres. Early works include fiction, short stories, novella, with some being autobiographical. നമ്മുടെ പ്രിയപ്പെട്ട ഓഥർ ചെറുപ്പം മുതൽ ഇന്ത്യയിൽ വളർന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളിലും ഹിമാലയൻ മൗണ്ടൻസും ഹിൽ സ്റ്റേഷൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് അതിലൊക്കെ മിക്കതും. ഇന്ത്യയിലെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ഗ്രോത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പല ജോണേഴ്സ്, ഷോർട്ട് സ്റ്റോറി ആയിട്ടും നോവലാസ് ആയിട്ടും ചില ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. Later, he tried out non-fiction, romance and books for children. He said his favorite genres are essays and short stories. He considers himself as a visual writer because for short stories, he first imagines it like a film and then notes it down. റസ്കിൻ ബോണ്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ചിൽഡ്രൻസ് ലിറ്ററേച്ചർ തന്നെയായിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതലും എഴുതിയിരുന്നത്. അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിരുന്നത് വിഷ്വൽ റൈറ്റർ എന്നാണ്. അതായത് ഷോർട്ട് സ്റ്റോറി എഴുതുമ്പോൾ ഒരു വിഷ്വൽ പോലെ ആദ്യം അദ്ദേഹം അതിനെ ഇമാജിൻ ചെയ്യും, അതിനുശേഷം അതൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓഥറിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഡയറക്റ്റ് നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ദ ഗേൾ ഓൺ ദ ട്രെയിൻ. ലെറ്റ്സ് സീ. The Girl on the Train was originally published with the title The Eyes Have It in 1988 in the collection entitled The Night Train at Delhi. The story was later published as Eyes Are Not There. The Girl on the Train is a beautiful and delightful story written by Ruskin Bond. The writer narrated the story in first person. ഗേൾ ഓൺ ദ ട്രെയിൻ എന്ന നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1988 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായ ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡ്യോളി എന്ന വർക്കിലായിരുന്നു. ദ ഐസ് ഹാബിറ്റ് എന്നായിരുന്നു ആദ്യം അതിന്റെ പേര്. പിന്നീട് അത് വീണ്ടും പബ്ലിഷ് ചെയ്തു, ഐസ് ആർ നോട്ട് ദെയർ എന്ന പേരിൽ. പിന്നീട് വീണ്ടും ഈ കഥയുടെ ടൈറ്റിൽ മാറ്റി ദ ഗേൾ ഓൺ ദ ട്രെയിൻ എന്നാക്കി. സ്വന്തം അനുഭവം വിവരിക്കുന്ന രീതിയിൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് ഇദ്ദേഹം ഈ സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ സ്റ്റോറി. ദ നറേറ്റർ വാസ് എ ബ്ലൈൻഡ് യങ് മാൻ and he was traveling to Dera. A young girl boarded the train alone. The writer carefully observed the progressions being given to her by the parents. The narrator slowly acquainted with the girl and asked where she was going. നമ്മുടെ നറേറ്റർ ഒരു ബ്ലൈൻഡ് യങ് മാൻ ആണ്. അദ്ദേഹം ഡെറാഡനിലേക്ക് ഒരു ട്രെയിൻ ജേർണി പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറുകയാണ്. ഒറ്റയ്ക്ക് കയറുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ കാരണം അവളുടെ പാരൻസ് ആണെന്ന് തോന്നുന്നു. കുറച്ച് പേര് അവിടെ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്ന അയാൾ ശ്രദ്ധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കെ ആ കുട്ടിയുമായിട്ട് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുകയാണ്, എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. She told him that she would get on at Sharanpur, which was hardly 2 hours journey. The writer took all his precaution and hide the fact that he was blind. He complimented the girl, saying that she had an interesting face. She felt delighted for such a remark, as all others said that she had a pretty face. ആ പെൺകുട്ടിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ശരൺപൂരാണ്. ഏകദേശം 2 മണിക്കൂർ ജേർണിയുണ്ട്. താൻ ബ്ലൈൻഡ് ആണെന്നുള്ള സത്യം അവളെ അറിയിക്കാതിരിക്കാൻ മാക്സിമം പ്രിക്വേഷൻ നമ്മുടെ നറേറ്റർ എടുത്തിരുന്നു. അതിനിടയിൽ അദ്ദേഹം ചെറിയൊരു ട്രിക്ക് പ്ലേ ചെയ്തു. നിങ്ങളുടെ മുഖം കാണാൻ വളരെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അവൾ പറഞ്ഞു, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് അവൾ തിരിച്ചും പറഞ്ഞു. The writer was attracted towards her sweet voice and scented smell of her hair. He just wanted to know how her hair was tied. When the girl was about to get down, he felt like touching her hair. But his modesty prevented him from doing so. നല്ല രസമായിരുന്നു അവളോട് സംസാരിച്ചിരിക്കാൻ. അവളുടെ സ്വീറ്റ് വോയിസും അവളുടെ മുടിയിൽ നിന്ന് വരുന്ന ഒരു സ്വീറ്റ് സെൻറ്റഡ് സ്മെല്ലും ഒക്കെ അയാൾക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നി. അവൾ മുടി എങ്ങനെയായിരിക്കുമോ കെട്ടിവെച്ചിട്ടുണ്ടാവുക അയാൾക്ക് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നി. ഇനി ബണ്ണായിട്ട് പുറകിൽ കെട്ടിവെച്ചേക്കായിരിക്കോ, അതോ മെടഞ്ഞിട്ടേക്കായിരിക്കോ, അതോ ഷോർട്ടായിട്ട് മുറിച്ചിട്ടേക്കായിരിക്കോ, എങ്ങനെയായിരിക്കും കെട്ടിവെച്ചിട്ടുണ്ടാവുക എന്ന് അയാൾക്ക് അറിയാനായിട്ട് ഭയങ്കരമായിട്ടൊരു കൊതി തോന്നി. അവൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഒന്ന് തൊട്ട് നോക്കിയാലോ എന്ന് വരെ അയാൾക്ക് തോന്നി. പക്ഷേ വേണ്ട, അതൊന്നും ചെയ്യാൻ പാടില്ല, മോശമാണെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. After she got down, another passenger entered the compartment. The narrator asked the new person whether the girl's hair was long or short. The new passenger answered that he noticed only her eyes and not her hair. അങ്ങനെ 2 മണിക്കൂർ വളരെ വേഗം കടന്നുപോയി. അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായ ശരൺപൂർ എത്തി. അവിടെ അവളുടെ ആൻറ്റി അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയൊരു പാസഞ്ചർ ആ കമ്പാർട്ട്മെന്റിൽ കയറി. നറേറ്റർ അയാളോട് ചോദിച്ചു, ആ പെൺകുട്ടിയുടെ മുടി എങ്ങനെയാണ് കെട്ടിവെച്ചതെന്ന് കണ്ടിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല, അത് മെടഞ്ഞിട്ടേക്കായിരുന്നോ ബണ്ണ് പോലെ കെട്ടിവെച്ചിരിക്കായിരുന്നു എന്ന്. അയാൾ പറഞ്ഞു, ഞാൻ അവളുടെ മുടി ശ്രദ്ധിച്ചില്ല, കണ്ണുകളാണ് ശ്രദ്ധിച്ചതെന്ന്. He further said that she had a pair of beautiful eyes, but they were of no use, and asked him why he had not noticed it. This meant that the girl also was blind. With a deeply touching twist, the story comes to an end. ആ പാസഞ്ചർ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ച അവളുടെ തലമുടിയല്ല, അവളുടെ കണ്ണുകളാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണുകളാണ് ആ കുട്ടിക്കുള്ളത്. പക്ഷെ അതുകൊണ്ട് ആ കുട്ടിക്ക് യാതൊരു പ്രയോജനവും ഇല്ലാണ്ടായി പോയല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ എന്നൊരു ചോദ്യവും ചോദിച്ചു.
അതായത് ആ പെൺകുട്ടിയും ബ്ലൈൻഡ് ആയിരുന്നു എന്ന്. ഈ പുതിയ പാസഞ്ചറേയും താൻ ബ്ലൈൻഡ് ആണെന്നുള്ള സത്യം മറച്ചു വെച്ച് പറ്റിക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഡയലോഗ് കേട്ടതോടുകൂടി നമ്മുടെ നറേറ്റർ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. അങ്ങനെ ഒരു സെന്റിമെന്റൽ ട്വിസ്റ്റോട് കൂടി നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറിക്കുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാനുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. ദ ഗേൾ ഓൺ ദ ട്രെയിൻ. ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ പാരൻസ് ടു ദ ഗേൾ. ആ കുട്ടി ആദ്യം ട്രെയിനിലേക്ക് വന്ന് കയറിയപ്പോൾ അവളുടെ പാരൻസ് കുറേ ഉപദേശങ്ങൾ അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് ഓൺ വെയർ ടു കീപ് തിങ്സ്, വെൻ നോട്ട് ടു ലീൻ ഔട്ട് ദ വിൻഡോസ്, ഹൗ ടു അവോയ്ഡ് സ്പീക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്. ഓഫ് കോഴ്സ് ആ കുട്ടി ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെയായിരിക്കാം പാരൻസ് ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നത്. സാധനങ്ങളൊക്കെ എവിടേക്കാണ് വെക്കേണ്ടത്, വിൻഡോയുടെ പുറത്തേക്ക് തലയൊന്നും ഇടരുത്, അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കരുത്, ഇങ്ങനെയുള്ള കുറേയേറെ ഉപദേശങ്ങൾ. ഇനി മറ്റൊരു കാര്യം, ദെൻ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് നമ്മുടെ ഓഥർ പറയുന്നുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തു, അബദ്ധമായിപ്പോയി എന്നൊരു ഭാഗം. അതെന്താണ് ആ തെറ്റെന്ന് നോക്കാം. ദ മിസ്റ്റേക്ക് ദ മാൻ ആസ്ക്ഡ് ദ ഗേൾ ദാറ്റ് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ഔട്ട്സൈഡ്. He considered this a mistake because the girl might have think that it was unusual for a man of sight to ask such a question. അതായത് പുറത്തൊക്കെ കാണാൻ എങ്ങനെയുണ്ട് എന്നൊരു മണ്ടൻ ചോദ്യം അങ്ങ് ചോദിച്ചു പോയി. ഉടനെ ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന്. ശരിയാണ്, കാഴ്ചയുള്ള ഒരാൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ മണ്ടത്തരം തന്നെയാണ്. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്ന് നമ്മുടെ ഓഥർ പറയാണ്. The protagonist imagined that the girl can see unlike him. He knew she was wearing slippers by the sound of it. He also liked the sound of her voice as well as her laugh, which was clear and ringing. The protagonist tells the girl that she has an interesting face at which she laughs. She replies that she was tired of listening to people telling her she had a pretty face. He wonders how she wear her hair. He was unable to make up his mind on this aspect of the girl. ശരിക്കും നമ്മുടെ നറേറ്റർ ഒട്ടും വിചാരിച്ചിരുന്നില്ല ആ പെൺകുട്ടി ബ്ലൈൻഡ് ആയിരിക്കുമെന്ന്. അവൾ കാലിൽ സ്ലിപ്പേഴ്സ് ധരിച്ചിരുന്നു എന്ന് അറിയാമായിരുന്നു, കാരണം അതിൻ്റെ സൗണ്ട് കേട്ടിരുന്നു. അതുപോലെ തന്നെ അവളുടെ വോയിസ് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ ചിരി, നല്ല മണി കിലുങ്ങുന്ന പോലുള്ള ചിരി, അതൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഇയാൾ ഇടയ്ക്ക് ഒരു കോംപ്ലിമെൻറ്റ് കൊടുത്തു, അവളുടെ ഫേസ് അല്ലെങ്കിൽ അവളെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് റിപ്ലൈ ചെയ്തു, ഞാൻ ഇത് കേട്ട് മടുത്തൊരു കാര്യം, ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ പ്രെറ്റി ഫേസ് ആണ് എന്ന്. അതുപോലെ പിന്നീട് അയാൾക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവളുടെ മുടി എങ്ങനെയായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക എന്ന്. ഈ ഒരു കൺഫ്യൂഷനായിരുന്നു അയാൾക്ക് ഭയങ്കരമായിട്ട് ഈ സ്റ്റോറിയിൽ. നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റും അതുപോലെ ഈ പെൺകുട്ടിയും സംസാരിച്ചിരുന്നപ്പോൾ മസൂറിനെ പറ്റി അവർ സംസാരിച്ചിരുന്നു. ജസ്റ്റ് അതുകൂടെ നമുക്ക് നോക്കാം. സ്പെഷ്യാലിറ്റി ഓഫ് മസൂറി. ദ പ്രൊട്ടഗോണിസ്റ്റ് പ്ലാൻ ടു റീച്ച് മസൂറി വയ ഡെറാഡൂൺ. According to protagonist, the best time to visit there was in October, the period in which he was going there. Recalling from memory, he described to the girl how the hills were covered with wild dahlias. നമ്മുടെ നറേറ്ററിന് പോവേണ്ട സ്ഥലം ശരിക്കും മസൂറിയാണ്. ഡെറാഡൂൺ വഴി മസൂറിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇതറിഞ്ഞ പെൺകുട്ടി ചോദിക്കുകയാണ്, മസൂറി നല്ല സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, അത് കാണാൻ ശരിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ ഇദ്ദേഹം പണ്ട് അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന് കാഴ്ചയുള്ള സമയത്ത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, മസൂറി കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ സീസണാണ്. ഈ സമയത്ത് അവിടുത്തെ മലമുകൾ മൊത്തം വൈൽഡ് ഡാലിയാസ് ആൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വളരെ രസമാണെന്ന് പറയുകയാണ്. And he goes on describing. He describes that sun in this period is delicious. At night in Missouri, one could sit in front of log fire and drink a bit of brandy. As it was not the tourist season, the roads would be quiet and almost deserted. ആ കുട്ടിയുടെ മുമ്പിൽ മസൂരിനെ പറ്റി പറഞ്ഞു അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് വാചാലനാവുകയാണ്. അതായത് ഈ സമയത്ത് സൂര്യനൊക്കെ ഭയങ്കര രസമാണ്, ഇനി രാത്രി ആയാലോ ലോഗ് ഫയറിൻ്റെ സൈഡിൽ നിന്ന് ബ്രാൻഡിയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. ടൂറിസ്റ്റ് സീസൺ ഒന്നും അല്ലാത്ത കാരണം അവിടെ വലിയ തിരക്കും ബഹളമൊന്നുമില്ല, വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു ടൈമായിരിക്കും ഇത് എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി അയാളോട് ചോദിക്കുന്നുണ്ട്, പുറത്ത് വിൻഡോയിലൂടെ നോക്കുമ്പോൾ ആനിമൽസിനെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അയാൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്, കാഴ്ചയുള്ളപ്പോൾ ഈ വഴി പോയപ്പോൾ ആനിമൽസിനെ ഒന്നും അന്ന് കണ്ടിരുന്നില്ല. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി അയാൾ പറയാണ്, നോ, ആനിമൽസ് ഒന്നും ഇതുവഴി പോകുന്നില്ല, ആനിമൽസിനെ ഒന്നും കാണാനില്ല എന്ന്. അവൾക്ക് കാഴ്ചയില്ല എന്നുള്ളൊരു സത്യം ഇയാൾക്ക് അറിയില്ലല്ലോ. അത് ശരിക്കും അവൾക്ക് കാഴ്ചയില്ല എന്നൊരു സത്യം അറിഞ്ഞത് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിപ്പോയി നമ്മുടെ നറേറ്റർക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. ദ സ്റ്റോറി ഈസ് ആൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് സിറ്റുവേഷണൽ ഐറണി. അപ്പോൾ എന്താണ് സിറ്റുവേഷണൽ ഐറണി എന്ന് നോക്കാം. ഇറ്റ്സ് എ ലിറ്റററി ഡിവൈസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ഇൻകോൺക്രീറ്റി അപ്പിയേഴ്സ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ഓഫ് സംതിങ് അബൌട്ട് ടു ഹാപ്പൻ ആൻഡ് വാട്ട് റിയലി ഹാപ്പൻസ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന്, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് എന്തെങ്കിലുമാണ് നടക്കുന്നതെങ്കിൽ അത്തരം സിറ്റുവേഷനാണ് സിറ്റുവേഷണൽ ഐറണി എന്ന് വിളിക്കുന്നത്. In the story, the man and the girl are both blind but do not know this fact about each other. The irony that they were both blind leaves the reader contemplating what if things had been different. ഈ സ്റ്റോറിയിൽ നമ്മുടെ നറേറ്ററും ഗേളും ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നില്ല, ഇനിയോട്ട് തിരിച്ചറിയാനും പോകുന്നില്ല. എങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊരു തോന്നൽ റീഡേഴ്സിൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ഈ സ്റ്റോറി അവസാനിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്. ഫീഡ്ബാക്സ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത ഏത് ലെസൻ്റെ വീഡിയോ വേണമെന്നും ജസ്റ്റ് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ സജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.